ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിലാണ്. വാഗമണിലല്ല, വാഗമൺ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ്. പുള്ളിക്കാനം എന്ന് പറയും. പുള്ളിക്കാനം എന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് വാഗമൺ പോകുന്ന റൂട്ടിലുള്ള ഒരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് തന്നെ ഇവിടെ എത്തി. നൈറ്റ് വന്ന് ഇവിടെ ടെൻറ്റ് അടിച്ചു. ഒന്നല്ല 2 ടെൻറ്റുകൾ അടിച്ചു. അപ്പോൾ നമ്മളെ ബൈക്ക് ഇവിടെ ഉണ്ട്. 3 ബൈക്കിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒന്ന് വിശാഖാണ്. വിശാഖ് കാസർഗോഡ് നിന്ന് വരികയാണ്. കാസർഗോഡ് നിന്ന് കോഴിക്കോട് വന്ന് ഒരു ദിവസം നമ്മളിവിടെ അവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ മിനിയാന്ന് പുലർച്ചെ ആണ് അവിടുന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ നേരെ ബിനീഷേട്ടൻ്റെ അടുത്തോട്ട് വന്നു. ബിനീഷേട്ടനാണ് തൊടുപുഴക്കാരൻ. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് ബിനീഷേട്ടൻ്റെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ ഈവനിങ് ഒരു 6-6:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. അതുകൊണ്ട് തന്നെ നൈറ്റാണ് നമ്മളിവിടെ എത്തിയത്. നൈറ്റ് ഈ സ്ഥലത്ത് വന്ന സമയത്ത് ഇവിടുത്തെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ബിനീഷേട്ടൻ മാത്രമേ മുമ്പ് വന്നിട്ടുള്ളൂ. നമ്മളാരോട് വന്നിട്ടേ ഇല്ല. അപ്പോൾ രാവിലെ നമ്മൾ ടെൻറ്റിൻ്റെ സിപ്പ് ഓപ്പൺ ആക്കിയ സമയത്താണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിത നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പം നൈറ്റ് തന്നെ ഞങ്ങൾ എല്ലാ സംഭവങ്ങളും നൈറ്റ് സെറ്റാക്കി, നൈറ്റ് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം രാത്രി വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ ആയപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സാമഗ്രികളും നമ്മുടെ കയ്യിലുണ്ട്. ബൈക്ക് മൊത്തം ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. ഒരു ലോങ് ട്രിപ്പ് എന്നുള്ള നിലയ്ക്ക് കന്യാകുമാരി വരെ ഈ ട്രിപ്പ് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലോഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം സാമഗ്രികളൊക്കെ നമ്മളടുത്തുണ്ട്. ഞാൻ അത് കാണിക്കാം. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ബൈക്കിൽ വന്നതുകൊണ്ടും ബൈക്കിനകത്ത് മിനിമലിസം കീപ്പ് ചെയ്യേണ്ടതുകൊണ്ടും നമ്മൾ വളരെ കുറഞ്ഞ സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്തൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് ഇന്നലെ ഈ ഒരു സ്റ്റൗ ആണ്. ഈ മിനി സ്റ്റൗ നമ്മൾ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്ന ഒരു സിലിണ്ടറുണ്ട്. നമുക്കൊരു ഇന്നലെ നൈറ്റ് മൊത്തം നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഇതിനകത്താണ്. ഈസി ആയിട്ട് ഇത് കത്തിക്കാനുള്ള ഒരു ലൈറ്റർ സിസ്റ്റം ഇതിൽ തന്നെ ഉണ്ട്. അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിലെ സ്റ്റൗവിനെ പോലെ തന്നെ തീയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കുക്കർ, ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാക്കാം. നമുക്ക് ഫ്രൈഡ് റൈസ് ആണെങ്കിലും കറികളാണെങ്കിലും അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. പച്ചക്കറികൾ, പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാരണം ഇതൊക്കെ കടയിൽ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം നമുക്ക് ഒരു 200-250 മില്ലിൻ്റെതോ അല്ലെങ്കിൽ 300ൻ്റെതൊക്കെ ഒരു പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ക്യാമ്പിലൊക്കെ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ പോട്ടുകളാണ്. ഇതൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത പോട്ടുകളാണ്. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ഇന്നലെ ഉണ്ടായി. നൈറ്റ് ഫുഡ് ഉണ്ടാക്കിയ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഈ ഷീറ്റ് അതേപോലെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതേപോലെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് സാമഗ്രികളൊക്കെ നിരത്തി വെക്കാനായിട്ട് ഇങ്ങനത്തെ ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി താഴെ പോവുകയാണ്. നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന വെള്ളം ഓൾമോസ്റ്റ് ഫിനിഷ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്താണ് വെള്ളം കൊണ്ടുവന്നത്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയൊരു വാട്ടർ ക്യാനാണ്. പോർട്ടബിളാണ്. ട്രാവലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ നൈറ്റാണ് കേട്ടോ. രക്ഷയില്ല. കാരണം ഇന്നലെ 10 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇന്നലെ നൈറ്റ് നമ്മൾ ക്യാമ്പ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി. നമ്മളെല്ലാ ആവശ്യങ്ങളും ഈ വെള്ളം കൊണ്ട് തന്നെ, ഈ 10 ലിറ്റർ വെള്ളം കൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ട് 10 ലിറ്റർ വെള്ളം കൊണ്ട് ഇന്നലെ നൈറ്റ് നമ്മൾ കഴിച്ചു കൂട്ടി. കുടിക്കാൻ വെള്ളം വേറെ കരുതിയിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ബാഗിൽ വെക്കാൻ വളരെ ഈസിയാണ്. പോവാ പകൽ. അയ്യോ, ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് ഈ റൂട്ടിൽ ഓടിച്ച് വന്നത് വണ്ടി. അപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ രാവിലെ നമുക്ക് കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡാണ്. ഇവിടുത്തെ കാഴ്ചകളൊന്നും നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ നൈറ്റാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഈവനിങ് ഒരു 6-6:30 മണിയായപ്പോഴാണ് നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എത്താൻ കുറേ ലേറ്റായി. ക്യാമ്പ് ചെയ്യുമ്പോൾ ശരിക്കും 9:30 ആയില്ലേ? 9:30 നമ്മൾ ക്യാമ്പ് ചെയ്ത്. യെസ്, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ റൂട്ട് ഉണ്ടല്ല, ഒരു കുത്തനുള്ള ഇറക്കാണ്. അപ്പോൾ ഇന്നലെ വന്ന മെയിൻ റോഡിലോട്ട് ഇതാ ജോയിനായി. ഓക്കെ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. വാഗമൺ നമ്മൾ എത്തിയിട്ടേ ഇല്ല. വാഗമണിൻ്റെ ഒരുപാട് മുമ്പ് ഉള്ളൊരു സ്ഥലമാണിത്. നമ്മൾ ഇന്നലെ വെള്ളം എടുത്ത സ്ഥലത്ത് വെള്ളമില്ല. അടിപൊളി, രക്ഷയില്ല, നല്ലോണം സെറ്റായി. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. ബോട്ടിൽ
നമ്മൾ ഈ ചേട്ടൻ്റെ കടയിൽ നട്ടുന്നില്ല നമ്മൾ വെള്ളം അതുപോലെ തന്നെ രാത്രി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈവനിങ് ചായ കുടിച്ചൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ ഇന്നാണ് നമ്മൾ മറ്റുള്ള ആശങ്കയുള്ള വെള്ളങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുത്തത്. വിശാഖ വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഒരു മകിൽ മുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കയറുന്നത്. അതിൽ മുങ്ങുന്നില്ല, വെള്ളം മുക്കിയെടുക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല കുറച്ച് താഴ്ചയുണ്ട്, താഴെ വെള്ളമുള്ളൂ. ഇതാണ് ഈ ചേട്ടൻ്റെ കട. കടയോട് ചേർന്ന് ഇരുന്ന് കോഫി കുടിക്കാനൊക്കെ അടിപൊളി ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വ്യൂ, ഒരു രക്ഷയില്ല. ആ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ കാണുന്ന ആ ഒരു മല കണ്ടില്ലേ, അതാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ല് ഇടുക്കിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെയാണ്. ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാനിതിൽ പോയിട്ടില്ല, അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സെറ്റ് ഇതിനകത്ത് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ എത്തി ഗൈസ്. ഇറക്കി വെച്ച് നമ്മുടെ ചെറിയൊരു കുക്കിംഗ് പരിപാടിയിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു സംഭവം ഉണ്ടാക്കുകയാണ്. പിന്നെ ചേട്ടാ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗും ഇതും ബ്രെഡും കൂടി ഒരു ഐറ്റം. അത് ചപ്പാത്തി ഉണ്ട്, പക്ഷേ അതിന് ചപ്പാത്തി ടൈം ഒരുപാടാവും. നമ്മൾ ഇന്നലെ ചപ്പാത്തി പാൻ നമ്മൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ചപ്പാത്തി നമ്മൾ ഈ തീയിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. കുഴപ്പമില്ലായിരുന്നില്ലേ ചപ്പാത്തി? നന്നായിട്ട് വന്നു. പക്ഷേങ്കിൽ അടുത്ത തവണ നമ്മൾ പാൻ എന്തായാലും കരുതും. ചപ്പാത്തി ഇടാനുള്ളൊരു പാൻ എന്തായാലും നമ്മൾ കരുതണം. അപ്പോൾ ചേട്ടന് ഇതേപോലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി എഗ്ഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ട്, കുക്കറിലാണ് ബോയിൽ ചെയ്തത്. എൻ്റെ പിറകെ കാണുന്ന റോഡ് ഉണ്ടോ, ഇതാണ് തൊടുപുഴയിൽ നിന്ന് നമ്മൾ വന്ന റോഡ്. ഈ റോഡ് നേരെ പോകുന്ന വാഗമണിലോട്ടാണ്. ഏകദേശം താഴെ മുട്ടം അവിടുന്ന് നമുക്കൊരു 10-26 കിലോമീറ്റർ പിന്നെ വാഗമണിലോട്ട് ഓടി പോകാനുണ്ട്. നമ്മൾ ജസ്റ്റ് വന്നിട്ടുള്ളത് ഒരു 10-18 കിലോമീറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് ദൂരം വാഗമണിലേക്ക് ഇവിടുന്ന് പോകാനുണ്ട്. അപ്പോൾ ഇത് ഒരു അടിപൊളി ലൊക്കേഷനാണ്. ഇവിടുന്ന് താഴെ നോക്കുന്ന സമയത്ത് നല്ല വ്യൂ ആണ്. ഇവിടെ താഴെ റോഡുണ്ട്, അതുപോലെ ആ റോഡിൽ നിന്ന് ഇതേപോലെ തന്നെ സിമിലറായിട്ട് അങ്ങോട്ട് ഇതേപോലെ ഓഫ് റോഡ് കയറി അതിൻ്റെ മേലെ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാം. അവിടെ പോകണം തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ നല്ല വെയിലുണ്ട്, വെയിൽ വന്നു തുടങ്ങി, ഇത് കാണാൻ പറ്റും. ഏതാണ്ട് സൂര്യൻ മധ്യത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് നേരെ തേക്കടി പിടിക്കാനാണ് നമ്മുടെ പ്ലാൻ. അതുപോലെ നമ്മളെ ടെൻറ്റിൻ്റെ കാര്യം, നമുക്ക് ഭയങ്കര വർത്തായ ടെൻ്റ് ഇത് അല്ലേ? എന്താ അതിൻ്റെ കാരണം എന്താ? നമുക്ക് എത്ര രൂപ ടെൻറ്റ് കിട്ടുന്നത്? ആക്ച്വൽ പ്രൈസ് 1800. പക്ഷേ എല്ലാവർക്കും അറിയാം 2500 രൂപയ്ക്ക് എല്ലാവരും ഡിക്കാത്തലോണിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ടെൻ്റാണിത്. എല്ലാവരും പർച്ചേസ് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് കൂടുതൽ ആൾക്കാരും ഡിക്കാത്തലോണിൽ ഈ ടെൻ്റാണ് പർച്ചേസ് ചെയ്യുക. പക്ഷേ ഞങ്ങൾക്ക് ഇത് 1500 രൂപ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഡിക്കാത്തലോണിൽ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഓൾറെഡി ക്രിസ്മസിൻ്റെ ഓഫർ നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്മസിൻ്റെ ഓഫറിൽ ഈ ടെൻറ്റിന് 2000 രൂപക്കാണ് അവർ ഓഫറിൽ ഇട്ടത്. പക്ഷേ അവിടെ സ്റ്റോക്കില്ല. സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ആകെ നമ്മൾ ഈ ടെൻറ്റ് മാത്രം, അതായത് അവിടെ ഡിസ്പ്ലേ വെച്ച ഈ ടെൻറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ പീസ് നമുക്ക് ഡിസ്കൗണ്ടിൽ തരാമോ നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ അത്യാവശ്യം 2 പേരെ കണ്ട് സംസാരിച്ചപ്പോൾ ഓക്കെ ഒരു 1800 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ തിരക്കടൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. കുറച്ച് അവിടെയും ഇവിടെയും കുറച്ച് പൊടിയൊക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ 1800 നമുക്ക് ഈ ടെൻറ്റ് കിട്ടി. അപ്പോൾ അതാണ് ഈ ടെൻറ്റിൻ്റെ കഥ. അപ്പോൾ എങ്ങനെയുണ്ട് ടെൻറ്റ്? ഓക്കെ അല്ലേ? നൈറ്റ് ശരിക്കും പുറത്തിട്ട് ഉണ്ടായിരുന്ന ഈ തണുപ്പ് കാര്യങ്ങളൊക്കെ ടെൻറ്റിനകത്തോട്ട് ഉണ്ടായിരുന്നോ? ഉണ്ടോ? തണുപ്പ് അറിയുന്നില്ല. ഇല്ലല്ലോ, ഓക്കെ അല്ലേ? പക്ഷെ പുറത്ത് നല്ല തണുപ്പായിരുന്നു. ശരിക്കും നല്ല ഒരു 2 പുതപ്പ് എടുത്തു കഴിഞ്ഞാൽ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു പരിപാടിയല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ടെൻ്റ് അടിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സ്പോട്ടിൽ സ്വന്തമായിട്ട് വന്ന് ടെൻ്റ് അടിച്ച് കുക്കൊക്കെ ചെയ്ത് താമസിക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത് ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് പരീക്ഷിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്പോട്ടുകൾ ഇതേപോലെ പരിസരം ഒന്നും മലിനാക്കാതെ നമുക്ക് വന്ന് ടെൻറ്റ് അടിക്കാനുള്ള ഒരുപാട് സ്പോട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്നു കണ്ട് ഇതേപോലത്തെ വൈബുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. എന്താ പറയുക, വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ അടിപൊളിയാണ്. പക്ഷെ നോക്കുമ്പോൾ നല്ല റിച്ച് ആണ്, പ്രോട്ടീൻ ഫുഡ്. യെസ്, എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതേ നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത് എഗ് ബുർജി. എഗ് ബുർജി ഉണ്ട്, എഗ് ബുർജി, ബോയിൽഡ് എഗ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, നല്ലൊരു സാലഡ്, നല്ലൊരു ഹെൽത്തി സാലഡ് ഉണ്ട്,
ഇന്നലെ നമ്മൾ മേടിച്ച പഴം ബാക്കി വന്ന് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ ഭംഗിക്ക് വേണ്ടി കുറച്ച് മിക്സർ, ഭംഗിക്ക് വേണ്ടി അത് വിശാഖന് തോന്നിയൊരു ഐഡിയ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതേപോലെ ഒരു സ്പോട്ടിൽ വന്ന് ഇതേപോലെ ഇങ്ങനെ ചുറ്റിലും കൂടി ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ കേട്ടോ. നമ്മളൊക്കെ ഇത് വീഡിയോകളൊക്കെ കുറേ കാണുന്നല്ലാതെ നമുക്കൊന്ന് ഇത് മുമ്പ് ഇതേപോലെ എല്ലാവർക്കും നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വന്ന് സ്റ്റേ ചെയ്ത് ടെൻറ്റ് ചെയ്ത് നൈറ്റ് നമ്മൾ ഡിന്നർ ഉണ്ടാക്കി, രാവിലെ ചായ ഉണ്ടാക്കി കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, എല്ലാം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ കൂടുതൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം തന്നെ ആയിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ അല്ലേ? അതെ, നമ്മൾ കുറേ കാലമായി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ നമുക്ക് എന്താ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ളത് നീണ്ടു പോയെന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ കംപ്ലീറ്റ് വേസ്റ്റാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന പോലെ നമുക്ക് ഇവിടുത്തെ കുറച്ച് വേസ്റ്റുകളൊക്കെ പെറുക്കി എന്താക്കാം, ഏതെങ്കിലും ഒരു കോർണറിൽ നിക്ഷേപിക്കാം. അവിടെ നിന്ന് ആരെങ്കിലും അത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നു വിചാരിക്കാം. കാരണം എത്ര ഒരു വേസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒന്ന് വൃത്തിയാക്കിയിട്ട് അത്യാവശ്യം ഇത് കണ്ടോ, ഇത്രയും വേസ്റ്റ് ഇന്ന് രാവിലെ വിനീഷേട്ടനെ ഇവിടുന്ന് കളക്ട് ചെയ്തിവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. ഒന്നും ആയിട്ടില്ല, ഇനി ഇഷ്ടംപോലെ കിടക്കുക. നമുക്ക് ഒരുപാട് ടൈമില്ല, നമുക്ക് കുറേ യാത്ര ചെയ്ത് ഒരുപാട് ദൂരം പോകാനുള്ളതുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം നല്ല മനോഹരമായിട്ട് കിടക്കുന്നത് കാണാനാണ് നമുക്ക് താല്പര്യം. എന്തായാലും നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് ഒരു മിഠായിക്കാറ് പോലും നമ്മളിവിടെ ഇട്ട് പോയിട്ടില്ല. ഇങ്ങനത്തെ അതെ, ഇപ്പം നമ്മൾ പോയാലും തൊട്ട് അടുത്ത നിമിഷം വരുന്നവർക്ക് ഇവിടെ ഇരിക്കാൻ തോന്നണം. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള സംഭവങ്ങൾ മുഴുവൻ, അതായത് നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ബൗളുകൾ, പാത്രങ്ങൾ മുഴുവനും, അതുപോലെ നമ്മുടെ കുക്കിംഗ് ഇൻഗ്രീഡിയൻസും അതേപോലെ മറ്റുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ 2 ബാഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തം പാക്ക് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി നമുക്ക് ഇങ്ങോട്ട് തന്നെ കയറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കാം കുക്കർ. കവർ കൂടി അപ്പോൾ നമ്മൾ ഫുൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. വണ്ടി മൊത്തം ലോഡാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്രയും ദൂരം ഇത്രയും കുന്നും മല കയറി നമ്മളെ കൊണ്ടുവരുന്നത് ഇയാളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാലം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും ഹിമാലയൻ 450 ഒരു അടിപൊളി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ തന്നെയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ലോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാഡിൽ ബാഗുകൾ കണ്ടിട്ടുണ്ട്. സാഡിൽ ബാഗിലാണ് അത്യാവശ്യം നമ്മുടെ സംഭവങ്ങളൊക്കെ കീപ്പ് ചെയ്ത്, ഈ കുക്കിംഗ് സാമഗ്രികളൊക്കെ. അതുപോലെ ടോപ്പ് ബോക്സ് ഉണ്ട്. ടോപ്പ് ബോക്സിൻ്റെ മേലെ ഒരു എക്സ്ട്രാ ആയിട്ട് ഈ നെറ്റിൽ ഒരു ചെറിയ ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെൻറ്റ് വളരെ വിദഗ്ധമായിട്ട് നമ്മൾ ടെയിൽ ലാമ്പൊന്നും മറയാതെ ടെൻറ്റ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംഫർട്ടായിട്ട് സാറൊക്കെ ഇവിടെ ബാക്കിൽ വില്ലൻ സീറ്റ് നല്ല കംഫർട്ടായിട്ട് ചാരി ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ വിശാഖിൻ്റെ വണ്ടിയിൽ സിംഗിൾ റൈഡർ ആയതുകൊണ്ട് ലഗേജൊക്കെ ബാക്കിൽ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ സ്ഥലത്തു നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ രാത്രി എത്ര മണിക്ക് നമ്മളെത്തി? ഏകദേശം അതെ ഒരു 10-15 മണിക്കൂർ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത്, ഏതാണ്ട് 10-12 മണി ഞാനായി. നല്ല വെയിൽ വരികയാണ്. ഡിസംബർ ആണെങ്കിലും വാഗമണ്, മൂന്നാർ പോലെ ഒന്നും ഇവിടെ അത്ര വലിയ തണുപ്പ്, ഇവിടെ നല്ല തണുപ്പ് ഉള്ള ഇപ്പോഴും ഒരു കൂളിംഗ് ഉണ്ട്. അതെ, പക്ഷെ വലിയ തണുപ്പൊന്നും ഉച്ചക്കില്ല. വാഗമണിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി തണുപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ആദ്യമായിട്ടാണ് ശരിക്കും ഇങ്ങനെ എനിക്ക് ഒരു ക്യാമ്പിംഗ്. അതെ, നമ്മൾ സ്വന്തം ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ 4 പേർക്കും ഒരു അഭിപ്രായം തന്നെയാണ്. ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായത് ഫസ്റ്റ് ടൈം തന്നെയാണെന്നാണ് ലൈഫിൽ. എല്ലാവർക്കും ഒരേ നല്ല അഭിപ്രായമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. നൈറ്റും അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ഇത്ര സക്സസ് ആണെന്ന് വിചാരിച്ചില്ല. നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ക്യാമ്പ് എങ്ങനെ ചെയ്യും, എവിടെ ചെയ്യും, ഫുഡ് എങ്ങനെ ഉണ്ടാക്കും, എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അറിയോ അല്ലേ? ഓക്കെ, നമ്മൾ ടെന്റ് അടിക്കും. നമ്മൾ ഇനിയും ഒരുപാട് ടെന്റുകൾ അടിക്കും. നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ചെയ്യും, ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ. കാരണം നമ്മൾ ലൈഫിലെ നല്ല നല്ല മൊമെന്റ്സുകൾ, നല്ല നല്ല എക്സ്പീരിയൻസുകൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ. പ്രത്യേകിച്ച് മലയാളം മാത്രമല്ല, എല്ലാവരും മനുഷ്യന്മാർ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഇനിയും ഇങ്ങനെ ഷെയർ ചെയ്യാം. ഇതേപോലെയുള്ള വീഡിയോസ് നമ്മൾ വളരെ എക്സ്പീരിയൻസ് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകൾ വീഡിയോയിലൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താക്കാം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മളെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, എല്ലാ സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ പോവല്ലേ നേരെ നമുക്ക് ഇപ്പോൾ നമ്മൾ തേക്കടി പോകാനാണ്. വാഗമൺ വഴി തേക്കടി പോകാനാണ് പ്ലാൻ. അപ്പോൾ തേക്കടിയിലോട്ട് പോയി
എന്തായാലും തേക്കടി പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരെയും കാണിക്കും. അപ്പോൾ ബൈ ബൈ.